നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ്. പക്ഷേ നമ്മളിൽ പലരും ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രശ്നം, ആത്മവിശ്വാസം. പുറത്ത് ചിരിക്കുമ്പോഴും ഉള്ളിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എനിക്ക് പറ്റുമോ? ഞാൻ മതിയാകുമോ? ഇത്തരം ജീവിത സത്യങ്ങൾ, ബുദ്ധൻ്റെയും ചാണക്യൻ്റെയും പ്രാക്ടിക്കൽ വിസ്ഡം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന അറിവുകൾ തുടർച്ചയായി അറിയാൻ ഇപ്പോൾ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ തോന്നും, എനിക്ക് മാറ്റം വരുന്നുണ്ടല്ലോ എന്ന്. ആദ്യമായി ആത്മവിശ്വാസം എന്താണ് എന്ന് പറയാം. ആത്മവിശ്വാസം എന്നത് ശബ്ദമുള്ള സംസാരമോ സ്റ്റേജിൽ കയറാനുള്ള ധൈര്യമോ മാത്രമല്ല. ബുദ്ധൻ പറഞ്ഞു, നിന്റെ ഉള്ളിൽ നീ സമാധാനത്തിലാണെങ്കിൽ നിനക്ക് പുറത്ത് ഭയമുണ്ടാകില്ല. കോൺഫിഡൻസ് എന്നത് നമ്മളോട് നമ്മൾ പറയുന്ന ഒരു ഉറച്ച വാക്കാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോട്ടിവേഷനല്ല, ലൈഫ് ട്രാൻസ്ഫോർമേഷനാണ്. ഒന്നാമതായി സ്വയം അറിയൽ. ബുദ്ധൻ പറഞ്ഞു, സ്വയം അറിയുന്നവന് ആർക്കും അടിമയാവേണ്ടി വരില്ല. പലരും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് സ്വയം അറിയാത്തതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു മീനിനെ മരത്തിൽ കയറാൻ പറഞ്ഞാൽ അത് ജീവിതം മുഴുവൻ തന്നെ അപ്രാപ്തനെന്ന് കരുതും. ഇനി ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്യൂ. എനിക്കെന്ത് നന്നായി ചെയ്യാം? എനിക്കെന്താണ് പറ്റാത്തത്? ഇത് രണ്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ദിവസം കോൺഫിഡൻസ് ജനിക്കുന്നു. രണ്ടാമതായി കമ്പാരിസൺ നിർത്തുക. ബുദ്ധൻ വ്യക്തമായി പറഞ്ഞു, കമ്പാരിസൺ ഈസ് ദ റൂട്ട് ഓഫ് സഫറിങ്. ഇന്നവൻ്റെ ജീവിതം നോക്കി നമ്മളെ ചെറുതാക്കുന്ന നിമിഷം ആത്മവിശ്വാസം തകർന്നു പോകും. ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ നമ്മുടെ മനസ്സ് അടയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മോശമായതുകൊണ്ടല്ല, കമ്പാരിസൺ കൊണ്ടാണ്. നിങ്ങൾ തിരിച്ചറിയുക, നിന്റെ ടൈം ലൈൻ അവരുടേതിനോട് താരതമ്യം ചെയ്യരുത്. മൂന്നാമതായി സെൽഫ് ടോക്ക് മാറ്റുക. ചാണക്യൻ പറഞ്ഞു, ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് അവൻ്റെ സ്വന്തം വാക്കുകളാണ്. നീ പറയുന്ന ഈ വാക്കുകൾ നിന്റെ സബ് കോൺഷ്യസ് കേൾക്കുകയാണ്. ഇന്നു മുതൽ എനിക്ക് പറ്റില്ല എന്ന വാക്ക് നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കൂ. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പഠിക്കുകയാണ്, ഞാൻ വളരുകയാണ്. നാലാമതായി ഡിസിപ്ലിൻ ഈക്വൽസ് കോൺഫിഡൻസ്. ചാണക്യൻ പറഞ്ഞു, ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ വിജയം നിലനിൽക്കില്ല. ഒരു അഞ്ചാമത്, ഫിയറിനെ അക്സെപ്റ്റ് ചെയ്യുക. ബുദ്ധൻ പറഞ്ഞു, ചാണക്യൻ പറഞ്ഞു, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ. ഏഴാമതായി സൈലൻസ് ആൻഡ് ഇന്നർ പവർ. ബുദ്ധൻ മൗനം പഠിപ്പിച്ചത് ബലഹീനത കൊണ്ടല്ല, ഉള്ളിലെ ശക്തി കൊണ്ടാണ്. എല്ലാവർക്കും തെളിയിക്കേണ്ട ആവശ്യം കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ്. സ്ട്രോങ് പീപ്പിൾ ആർ കാം. സുഹൃത്തുക്കളെ, ആത്മവിശ്വാസം പുറത്തു നിന്നും വരുന്നതല്ല, ഉള്ളിൽ നിന്ന് വളരുന്നതാണ്. ഇന്ന് പറഞ്ഞ ഈ 7 കാര്യങ്ങളിൽ ഒന്നെങ്കിലും പ്രാക്ടിക്ക ചെയ്താൽ നിങ്ങൾ തന്നെ മാറുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഇത്തരത്തിലുള്ള ജീവിത അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വാലർ തന്നെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. നമസ്കാരം, വീണ്ടും കാണാം.